എല്ലാവർക്കും വിബ്ജിയോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണല്ലോ ചക്ക. ഇന്ന് നമുക്കൊരല്പം ചക്ക വേവിച്ചതുണ്ടാക്കിയാലോ. ചക്ക ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. കയ്യിൽ അരക്കാകാതിരിക്കാനായിട്ട് ഒരല്പം മണ്ണെണ്ണ കയ്യിൽ തൂക്കാം, അല്ലെങ്കിൽ കയ്യിലെല്ലാം അരക്കാകും. അതിനുശേഷം നമുക്കിതിൻ്റെ ചുളയെല്ലാം പറിച്ച് ഒരു പാത്രത്തിലേക്ക് ഇടാം. ഇപ്പം ചക്കയുടെ ചുളയെല്ലാം ഇളക്കി ഒരു മുറത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്ക വൃത്തിയാക്കി എടുക്കണം. ഇതിൻ്റെ ചകിണിയൊക്കെ പറിച്ച് കളഞ്ഞ് അകത്തുനിന്ന് ചക്കക്കുരുവൊക്കെ എടുത്തു മാറ്റണം. ചക്കയുടെ പണിയൊക്കെ മാമിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ചക്ക അരിയുകയാണ്. കനം കുറച്ച് നീളത്തിലാണ് ചക്ക അരിയുന്നത്. ചക്കയെല്ലാം അരിഞ്ഞ് ഒരു കലത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് നമ്മൾ അരയ്ക്കണം. അതിനായി അരമുറി തേങ്ങ തിരുമിയത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും, അതുപോലെ തന്നെ കറിവേപ്പിലയും. ഇനി ഇതൊന്ന് അരച്ചെടുത്തുണ്ടാകണം. ഒരുപാട് അരയണ്ട, ചതച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ അരപ്പിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചക്കയിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർക്കാം. വെള്ളം ഒരുപാട് ഒഴിക്കണം. ഒരു 1/4 ഗ്ലാസോളം വെള്ളം മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് അടച്ചിട്ട് അടുപ്പത്തേക്ക് വെക്കാം. ഈ ചക്കയൊക്കെ വേവിക്കുമ്പോൾ നമ്മൾ അടുപ്പത്ത് തന്നെ വെക്കുന്നതായിരിക്കും കൂടുതൽ രുചികരം. ഇത് ഏകദേശം ഒരു 15 മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കണം. അടച്ചു വെക്കുമ്പം അത് പുകഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഇനി നമുക്ക് ചക്ക നന്നായിട്ട് ഇളക്കണം. ഇപ്പോൾ നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മോര് കാച്ചിയതോ കടുക് മാങ്ങയൊക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.